എല്ലാ ജീവൻ ഫാമിലി മെമ്പേഴ്സിനും നമസ്കാരം. ഈ ചെറിയൊരു വീഡിയോ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കാനും അത് എങ്ങനെയാണ് ഷെയർ ചെയ്യണം എന്ന് അറിയുവാനുള്ള ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്തതാണ്. മോസ്റ്റ് ഓഫ് യു ഓൾ നോ, ഒരു 90% ആൾക്കാർക്ക് ഇന്നത്തെ സ്മാർട്ട് ഫോൺസ് ഉള്ളവർക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, യൂട്യൂബ് ഉപയോഗിക്കാനെല്ലാം അറിയാം. അറിയാത്തവർക്ക് വേണ്ടിയുള്ള ചെറിയൊരു വീഡിയോ ഇതിൻ്റെ ഫോളോയിങ് ക്ലിപ്പിൽ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമും ഈക്വലി ഫേസ്ബുക്കാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അത് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൂടെ ഉണ്ട്. അപ്പോൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതേ സെയിം പ്രൊസീജിയേഴ്സാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ ഷോർട്ട് വീഡിയോ ഡെമോൺസ്ട്രേഷൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ പോയിട്ട് നമ്മൾ ഫേസ്ബുക്ക് ഡൗൺലോഡ് ചെയ്യുക എന്നതാണ്. ഡൗൺലോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്, ഫേസ്ബുക്ക് എന്ന് പറഞ്ഞുകൊണ്ട്. ഇതിൽ നമ്മൾ പോകേണ്ടത് ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്ന ഓപ്ഷനിലാണ്. അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ വരും ജോയിൻ ഫേസ്ബുക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പ്രസ് ചെയ്യുക. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പ്രസ് ചെയ്യുമ്പം വേറൊരു പേജ് വരും. അതിനകത്ത് വാട്ട് ഈസ് യുവർ നെയിം, ഫസ്റ്റ് നെയിം സർ നെയിമും അടിച്ചു കൊടുക്കാനായിട്ട്. ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും കമ്പൽസറി ആയിട്ട് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് നെയിം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേര് അടിച്ചു കൊടുക്കുക, സർ നെയിം അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അപ്പം വെൻ ഈസ് യുവർ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് വരും. ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത പേജ് വരും. വാട്ട് ജെൻഡർ ആർ യു എന്ന് പറഞ്ഞിട്ട് ഫീമെയിലിൽ നിന്ന് കൊടുക്കുക, അല്ല മെയിൽ എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇത് ലോഗിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, മൊബൈൽ നമ്പറാണോ കൊടുക്കേണ്ടത്, ഇമെയിൽ ഐ ഡി ആണോ, ഏത് വെച്ച് വേണമെങ്കിലും കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുക്കുന്നതാണ് എളുപ്പം. എൻ്റെ കയ്യിൽ മൊബൈൽ നമ്പർ കൊടുക്കുന്നില്ല, ഞാൻ ഈ മെയിൽ ഐ ഡി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ മെയിൽ അഡ്രസ്സ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടിക്കുക. മെയിൽ ഐ ഡി അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ ഫോൺ നമ്പറാണ് കൊടുക്കുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഫോൺ നമ്പർ കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പം 6 നമ്പർ വേണമെന്ന് പറയുന്നുണ്ട്. 6 നമ്പർ പിന്നെ ഏതെങ്കിലും ഒരു ലെറ്റർ, നമ്പർ, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം എന്ന് പറയുന്നുണ്ട്. അത് അടിച്ചു കൊടുക്കുക. മിനിമം 6 എണ്ണമെങ്കിലും വേണം, അതിൽ കൂടുതൽ എത്ര വേണമെങ്കിലും ആവാം കേട്ടോ. ഇനി നെക്സ്റ്റ് കൊടുക്കുക. അപ്പം ഇങ്ങനെ വരും ഫിനിഷ് സൈനപ്പ് പ്രോസസ്സ്. അതായത് നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അക്കൗണ്ട് ആയിട്ട് ഓപ്പൺ ആയിട്ട് വരും. ഇനി വരുന്ന നമ്മുടെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ എൻ്റെ പേരിനകത്ത് ഞാൻ സെക്കൻഡ് നെയിമൊന്നും കൊടുത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് വീണ്ടും വന്ന് വാട്ട് ഈസ് യുവർ ഫുൾ നെയിം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വീണ്ടും പേര് അടിച്ചു കൊടുത്തപ്പം അത് ശരിയായി. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആയി. ലോഗിൻ ഫോർ ദ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു. പിന്നെ അതിനകത്ത് പ്രൊഫൈൽ പിക്ചർ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പ്രൊഫൈൽ ഫോട്ടോയിൽ പോയി പ്രസ് ചെയ്തിട്ട് ഇത് ഇപ്പം വന്നിരിക്കുന്നത് ഈ മെയിൽ ഐ ഡിക്ക് ഞാൻ മെയിൽ ഐ ഡി വെച്ചാണല്ലോ കൊടുത്തത്. അപ്പോൾ ഒരു കൺഫർമേഷൻ കോഡ് വന്നിട്ടുണ്ട്. ആ കോഡ് അടിച്ചു കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അത് മെയിലിലാണ് വരിക. അത് അടിച്ചു കൊടുത്തതും സബ്മിറ്റ് എന്ന് കൊടുത്ത ഉടനെ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുണ്ടാവും. പിന്നെ ഫ്രണ്ട്സിന് റിക്വസ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് കൊടുക്കാം കേട്ടോ. ഫ്രണ്ട്സ് കുറേ പേര് വരും. നമ്മുടെ കോൺടാക്റ്റിലുള്ള കുറേ പേരുടെ നെയിം ചിലപ്പോൾ കാണിക്കും. ഫ്രം യുവർ കോൺടാക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കാണിക്കും. നമുക്ക് ആഡ് ഫ്രണ്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫേസ്ബുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത്ര ഈസിയാണ്. ഫേസ്ബുക്ക് അക്കൗണ്ട് എടുക്കാത്തവരെ എടുക്കുക.